ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുറത്തല്ല മഴ പെയ്ത് തോർന്നതിൻ്റെ ലക്ഷണമൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി കയറി മഴയുടെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് എന്നും പോകുന്ന ഹൈവേ മാറ്റി പിടിച്ച് ഏതെങ്കിലും ഒരു ഉള്ളേരിയയിലൂടെ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെയുള്ള നാട് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തൂടെ ഞാനിങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് റോഡരികിൽ കത്തിക്കരിഞ്ഞ വലിയ 2 മരങ്ങൾ കാണുന്നത്. ഞാൻ അവിടെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് പോലെ എന്തോ ഒന്നാണുള്ളത്. പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ അതിശക്തമായി കൂടിയത് കാരണം എനിക്ക് തിരിച്ച് വണ്ടി കയറേണ്ടി വന്നു. ഇതെന്താണെന്ന് അറിയാനായിട്ട് പിന്നീട് ഒരു ദിവസം വരാം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ഞാൻ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോന്നു. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം മഴയൊക്കെ മാറി വെയിലടിച്ചപ്പോൾ ഞാൻ വീണ്ടും അവിടെ എത്തി. അകത്തേക്ക് പോകണോ വേണ്ടേ എന്ന് തോന്നിക്കുന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. പടുവൃക്ഷങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. മുമ്പെങ്ങും ഇവിടെ കെട്ടിയിട്ടുള്ള കമ്പിവേലിയുടെ അവശിഷ്ടവും കാണാനുണ്ട്. അങ്ങനെ ഞാൻ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് പതുക്കെ നടന്നു തുടങ്ങി. പെട്ടെന്ന് താഴെ ഒരു സൗണ്ട് കേട്ട് ഞാനൊന്ന് നിന്നു. നിറയെ കുപ്പിച്ചില്ലുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ചാടിക്കടന്ന് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വരാന്തയിലേക്ക് കടന്നു. പൂർണ്ണമായും വുഡിൽ തീർത്തിട്ടുള്ളതാണ് ഇതിൻ്റെ വാളുകളൊക്കെ. അതിൽ തന്നെ ക്ലാഡിംഗ് സ്റ്റോണുകളും പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ അതിന്ന് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നിലം ഉറപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി. നടന്നു പോകാൻ കുഴപ്പമില്ല എന്നുറപ്പാക്കിയതിന് ശേഷം പതുക്കെ ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങി. ഒരു ഹാളിലേക്കാണ് എത്തിയത് എന്ന് തോന്നുന്നു. വാതിലുകളും ജനലുകളുമൊക്കെ പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സമാനമായ ബിൽഡിങ്ങുകളാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കിച്ചൺ എന്ന് തോന്നിക്കുന്ന പോലത്തെ സ്ഥലവും കണ്ടു. അതിനകത്ത് ആരോ അവസാനമായി കുടിച്ചു വെച്ചിട്ടുള്ള ചായ ഗ്ലാസും അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ അവിടെ ഉണ്ടായിരുന്ന റോട്ടിലൂടെ നടന്നു തുടങ്ങി. ഇതായിരുന്നു നമ്മളെ വണ്ടിയിൽ നിന്നും പുറത്തിറക്കി ഈ സ്ഥലം കാണിച്ചു തന്ന ആ വലിയ മരങ്ങൾ. ഇവിടെ ഉണ്ടായിരുന്നൊരു ബിൽഡിങ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ഞാനത് നോക്കി നിന്നപ്പോഴാണ് ഒരു പട്ടിയെ ശ്രദ്ധിച്ചത്. ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചുപോയി. പക്ഷെ ചങ്ങല ശ്രദ്ധിച്ചപ്പോൾ അതിനെ ആരോ വളർത്തുന്നതാണ് എന്നുറപ്പായി. അങ്ങനെ ആ ഓണറേയും കണ്ടുമുട്ടി. അവർ നമുക്കെന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് ഇത് പഴയ വില്ലകളാണ്. 10ഓളം വില്ലകളും അതിലേക്ക് വേണ്ട വഴികളും നല്ല മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള ഗാർഡൻസിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തതെന്നോ ഇവിടെയുള്ള ആളുകൾ വിട്ടുപോയതെന്നോ അവർക്കറിയില്ല. അതറിയാനായി അതിലൂടെ പോയ പല ആളുകളോടും ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു നോക്കി. ഒരു വീട് മാത്രം എങ്ങനെയാണ് കത്തി നശിച്ചത്? അതുകൊണ്ടാവുമോ ഇവിടെയുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയത്? അങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു.